എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനായ സ്നെഡക്കോസ് എഫ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. അതായത് യു എന്ന് പറയുന്ന വി എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്. യു ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. വി ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. കൂടാതെ യുവും വിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക: യു ബൈ n1 ബൈ വി ബൈ n2. ഇതാണ് എഫ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 ആൻഡ് n2 എന്ന് പറയാം. അതായത് ഇവിടെ യുവിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 ആണ്. അപ്പൊ ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക. പിന്നെ വിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2 ആണ്. അപ്പൊ വിനെ ആ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ എഫിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് യുവിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഓർഡർ അനുസരിച്ച് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് പറയാം 1/f എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് എഫ് n2 n1 ആന്ന് പറയാം. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിയുമ്പോൾ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ചേഞ്ച് വരും. ഇനി എഫിന്റെ ഡെൻസിറ്റി എന്താണെന്ന് നോക്കാം. അതായത് എഫ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡെൻസിറ്റി n1 റേസ് ടു n1 ബൈ 2 n2 റേസ് ടു n2 ബൈ 2 ഡിവൈഡഡ് ബൈ ബീറ്റ n1 ബൈ 2 n2 ബൈ 2. ഇതാണ് അതിന്റെ കോൺസ്റ്റന്റ് ടേം വരുന്നത്. പിന്നെ എഫ് റേസ് ടു n1 ബൈ 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ n1 എഫ് പ്ലസ് n2 ഓൾ റേസ് ടു n1 പ്ലസ് n2 ബൈ 2. എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് എഫിന്റെ റേഞ്ച് വരുന്നത്. ഇനി ഒരു നോട്ട് നോക്കാം. അതായത് എക്സും വൈ എന്ന് പറയുന്നത് രണ്ട് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണ്. എക്സ് ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ μ1 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. വൈ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ μ2 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. കൂടാതെ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്. ഈ എക്സ് എടുത്തിരിക്കുന്നത് n1 ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഈ വൈ എടുത്തിരിക്കുന്നത് n2 ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ്. കൂടാതെ നമ്മൾ സാമ്പിൾ വേരിയൻസ് ആയ s1 സ്ക്വയറും s2 സ്ക്വയറും എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനോ സാമ്പിൾ വേരിയൻസ് പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞു n1 s1 സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അതുപോലെ രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ n2 s2 സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ നമ്മളിവിടെ യുവിന് പകരം ഈ കൈ സ്ക്വയറിന്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്കും വിക്ക് പകരം ഈ സ്റ്റാറ്റിസ്റ്റിക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് എന്ത് കിട്ടും? ഇതേ ഡിവൈഡഡ് ബൈ n മൈനസ് 1 കൂടാതെ ഓൾ ഡിവൈഡഡ് ബൈ ഇതേ ഡിവൈഡഡ് ബൈ ഇത് വരും. അതായത് നമുക്ക് എഫ് എങ്ങനെ എഴുതാം? n1 s1 സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 മൈനസ് 1 ആണ്. പിന്നെ n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n2 മൈനസ് 1 ആണ്. അപ്പൊ ഈ സിഗ്മ സ്ക്വയർ രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് f1 s1 സ്ക്വയർ ബൈ n1 മൈനസ് 1 n2 s2 സ്ക്വയർ ബൈ n2 മൈനസ് 1. ഇത് ഫോളോ ചെയ്യുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 മൈനസ് 1 n2 മൈനസ് 1 എന്ന് പറയാം. കാരണം ഇതിന്റെ ആദ്യത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 മൈനസ് 1 ആണ്, രണ്ടാമത്തെ n2 മൈനസ് 1 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് ഇത് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ എഫ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് എഫ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ മീൻ ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് n2 ബൈ n2 മൈനസ് 1 2 ആണ്. ഈ n2
ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. വേരിയൻസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2n2 സ്ക്വയർ ഇൻറ്റു n1 പ്ലസ് n2 മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു n2 മൈനസ് 2 ഓൾ സ്ക്വയർ ഇൻറ്റു n2 മൈനസ് 4, കൂടാതെ n2 ഗ്രേറ്റർ ദാൻ 4 ആയിരിക്കണം. പിന്നെ ഈ എഫ് ഡിസ്ട്രിബ്യൂഷൻ പോപ്പുലേഷൻ വേരിയൻസിനെ ഇൻഡിപെൻഡന്റ് ആണ്. കാരണം നമ്മൾ ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഇവിടെ ഈ സ്റ്റാറ്റിസ്റ്റിക് കണ്ടപ്പോൾ ഈ പോപ്പുലേഷൻ വേരിയൻസ് ക്യാൻസൽ ആയി പോയി. അപ്പൊ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിൽ പിന്നെ എന്തില്ല, പോപ്പുലേഷൻ വേരിയൻസ് ഇല്ല. അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ എഫ് ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് n1 n2 എന്ന് പറയുന്ന 2 പാരാമീറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ ആക്ച്വലി എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് അല്ല, നോൺ സിമ്മട്രിക് ആണ്. കൂടാതെ അതിന്റെ കർവ് ഇങ്ങനെയാണ് വരിക, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. പക്ഷെ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1ഉം n2ഉം ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തായി മാറും, ഒരു സിമ്മട്രിക് ആയി മാറും. അതായത് ഇത് നോർമലിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി, അതിനെ റെസിപ്രോക്കൽ പ്രോപ്പർട്ടി എന്നാണ് പറയാ. അതായത് എഫ് ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 n2 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്കിൽ 1/f ഫോളോ ചെയ്യുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഈ പൊസിഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇതിന്റെ 2 പ്രധാനപ്പെട്ട യൂസസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ യൂസ്, 2 സാമ്പിൾ നോർമൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേരിയൻസ് ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി, അത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 3 റാൻഡം വേരിയബിള് നോർമൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീൻ ഈക്വൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഈ എഫ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വേരിയൻസ് റേഷ്യോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം ഇവിടെ നമ്മൾ എന്താണ് എടുത്തത്, സാമ്പിൾ വേരിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് chi² n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് 2 സാമ്പിൾ വേരിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, സാമ്പിൾ വേരിയൻസിന്റെ റേഷ്യോ ആയിട്ടാണ് നമ്മുടെ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേരിയൻസ് റേഷ്യോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ സിംപ്ലി യൂസ് ചെയ്യുക. പക്ഷെ ഇതിന്റെ നെയിം എന്ന് പറയുന്നത് സ്നെഡക്കോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.